ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. മലൈക്കോട്ടെ വാലിബൻ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതിന്റെ പോസ്റ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ട് വേറെ ലെവലിൽ നിൽക്കുകയാണ്. ലാലേട്ടൻ ഫാൻസിന്റെ ഒന്നും കാര്യം പറയണ്ട, അത്രമാത്രം എക്സൈറ്റഡ് ആണ്. എനിവേ, അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ കണ്ടപ്പോൾ കുറച്ച് ലേറ്റ് ആയി, പക്ഷെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ പോസ്റ്ററിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ആളുകൾക്ക് ഇപ്പോൾ അതിന് ഹൈപ്പ് കൂട്ടുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളാരും ഹൈപ്പ് കൂട്ടിയിട്ട് വേണ്ട, അല്ലാണ്ട് തന്നെ ഇതില് ഹൈപ്പ് ഇവര് തന്നെ ഇതിന്റെ ക്രൂവും ആളുകളൊക്കെ തന്നെ തരുന്നുണ്ട്. കാരണം ആ പോസ്റ്റർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പോസ്റ്റർ ഇതാണ്. ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ. ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്, നടുവിൽ മലൈക്കോട്ടെ വലിയ എഴുതിയിട്ടുണ്ട്, ഫ്രണ്ടിൽ തന്നെ ലാലേട്ടൻ നിൽക്കുന്നുണ്ട്. ഇത്ര മാത്രമേ നമുക്ക് ഒരൊറ്റ ലുക്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ലാലിന്റെ ലുക്കൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പിന്നെ കയ്യിലെ മസിലിന്റെ കാര്യമൊക്കെ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ട്രൈസെപ്സ് ഒക്കെ കാണാൻ പറ്റും. ആള് നന്നായിട്ട് മെനക്കെടുത്തിട്ടുണ്ട്, നല്ല വർക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് തന്നെയാണ് മറ്റേ പോസ്റ്ററിൽ നല്ല അടിപൊളി അടിച്ചാപ്പൊളി ഉരുക്ക് കൈയൊക്കെ കാണുന്നത്. അത് മിക്കവാറും ഈ സിനിമയിലുടനീളം നമുക്ക് കാണാൻ പറ്റും. സോ അതവിടെ നിൽക്കട്ടെ. ഇനി ഈ സിനിമയുടെ സ്റ്റോറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയൊരു സ്റ്റോറിയാണെന്നുള്ളത്, കുറെ ആളായിട്ട് ഒരു മാസീവ് സാധനമാണെന്നുള്ളത് പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളും പറയുന്നുണ്ട്. അപ്പോഴൊക്കെ LJP സിനിമയാണ്, ഓക്കെ, അതുകൊണ്ട് പ്രതീക്ഷ നമ്മൾ ഒരുപാട് അങ്ങോട്ട് എടുത്തു വെക്കേണ്ട. അദ്ദേഹത്തിന്റെ സിനിമകളുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇത് സംസാരിക്കുന്ന വിഷയം, അതിൽ വരുന്ന ഒരു സംഭവം, ഇപ്പൊ എത്ര ചെറിയ വിഷയമാണെങ്കിലും ഇതൊരു വളരെ മാസീവായിട്ടാണ് ഇവർ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നും. കാരണം കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാള് ഒരു പടയാളി, നമ്മൾ ബാഹുബലിയിലെ കണ്ടിട്ടുള്ള പോലെ തലയിൽ മറ്റേ ആ ഒരു ചെങ്ങലന്റെ ടൈപ്പ് ഒരു ഹെൽമെറ്റ് പോലത്തെ ഒരു സാധനമൊക്കെ ഇട്ടിട്ട് കഴുത്തിൽ കുറേ ചെങ്ങലൊക്കെ ഇട്ടിട്ട് ഒരു പടയാളിയാണെന്ന് ഒറ്റയായി കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന രീതിയിൽ ഒരാൾ. അത് അങ്ങനെ തന്നെ ആവണം എന്ന് ഉറപ്പൊന്നും പറയുന്നില്ല. അതിന്റെ തൊട്ട് വേക്കില് ഒരു ചെണ്ടക്കാരൻ, പിന്നെ വേക്കിൽ നമ്മൾ ആ റെഡിൽ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷെ അകത്താരാൻ ചോദിക്കുമ്പോൾ അകത്ത് ദേവി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരാളുണ്ട്. അതിന്റെ ബേക്കിൽ സാധാരണ നമ്മൾ എന്താ പറയുക, ഗുസ്തിക്കാരൊക്കെ കാണുന്ന മറ്റേ സംഭവം ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്ന ഒരാള്. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ പടയാളികളുണ്ട്, വേറെ കുറെ ആളുകളുണ്ട്. എടുത്ത് കാണുന്ന ആൾ ചോദിച്ചാൽ ലാലേട്ടന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരാള് നമ്മൾ മറ്റേ അസാസിൻ സംഭവങ്ങളൊക്കെ കാണുന്ന ടൈപ്പ് ഒരു വാളും ഒരു 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 അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു വാളും കത്തിക്കായിട്ട് ഒരാൾ നിൽക്കുന്നത് കാണാം, ആ ഒരു സ്റ്റൈലിൽ തന്നെ. അതിന്റെ തൊട്ട് ബേക്കിൽ ഒരു സന്യാസി ടൈപ്പ് ഒരാള്, അല്ലെ, ഒരു മന്ത്രവടിയൊക്കെ പിടിച്ചിട്ട് ഒരാള്, നമ്മുടെ മറ്റേ കഥാപാത്രം. പിന്നെ ഒരു ലേഡി, പുള്ളിക്കാരന്റെ കയ്യിൽ പഴയ ബ്രിട്ടീഷുകാരൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു തോക്കുണ്ട്. ആ തിര നിറച്ചിട്ട്, ബുള്ളറ്റ് അല്ലാണ്ട് തിര നിറച്ചിട്ട് വെടിക്കുന്ന ടൈപ്പ് ആ തോക്ക്. അതിന്റെ ബേക്കിൽ ഒരു ബ്രിട്ടീഷുകാരനുണ്ട്, ഒരു ഒറ്റക്കണ്ണൻ. അതല്ലാണ്ട് കണ്ടോ, ശരീരത്തിൽ മുഴുവൻ, അത് തിരിച്ചു പോയി കഴിഞ്ഞാൽ അറിയാം, ഈ ചോരയൊക്കെ ഒലിപ്പിച്ചിട്ട് നമ്മുടെ മറ്റേ ക്യാരക്ടർ, ഇത് മറ്റേ ആ ലൂസിഫറിലെ ആ ഒരു ആദിവാസി ടൈപ്പ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ, പുള്ളിക്കാരനാണ് തോന്നുന്നുണ്ട്. അതിന്റെ ബേക്കിൽ വീണ്ടും വാളും പടയാളികളും എല്ലാം കുറെ. പിന്നെ ഇതൊക്കെ പോട്ടെ, അതിന്റെ തൊട്ട് ബേക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് ബ്രിട്ടീഷുകാരാണ്. അവരുടെ കയ്യിൽ മറ്റേ അവരുടെ ബ്രിട്ടീഷുകാരുടെ മറ്റേ തോക്കും ആ അതേ യൂണിഫോം ഒക്കെ ഇട്ട് ഒരുപാട് ആ ബ്രിട്ടീഷ് ആർമിയിലെ പടയാളികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതിന്റെ അപ്പുറത്തേക്ക് എന്താണ്? ഈ ഒരു ഒറ്റ പോസ്റ്റർ തന്നെ നിങ്ങൾ കണ്ടു നോക്കും, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ലാലേട്ടന്റെ പുറകിൽ നിൽക്കുന്ന ആ കഥാപാത്രങ്ങൾ മുഴുവൻ വലിയ വലിയ ആളുകൾ, കുറെ പടയാളികൾ, കുറെ തോക്കും കൊണ്ട് കുറെ ആളുകള്, പിന്നെ ബ്രിട്ടീഷുകാരായിട്ടുള്ള പട്ടാളക്കാർ കുറെ പേര്, അതല്ലാണ്ട് ഈ പറഞ്ഞ ഈ അസാസിൻസ് ആയിട്ടുള്ള കുറെ ആളുകൾ. ഇങ്ങനെ ഇത് വലിയ എന്തോ ഒരു സംഗതിയാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഫൈറ്റ് രംഗം വരുമ്പോൾ 13 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഫൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. 13 മിനിറ്റ് ദൈർഘ്യമുള്ള ഫൈറ്റ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുന്നത് എന്തായിരിക്കും. ഇത്രയും വലിയൊരു യുദ്ധം നടക്കുന്ന ഒരു സാധനം വേണ്ടി വരും. ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട് തോന്നും. പിന്നെ ഇതൊരു, പല ആളുകളും പറയുന്നുണ്ട് ഇതിൽ കുള്ളന്മാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്, അത് ഒരു ഫാന്റസി സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിയാണോന്ന് അറിയില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ, ഇതുവരെയുള്ള പോസ്റ്ററിൽ ലാലേട്ടനെ മാത്രം വലിയ സംഭവമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ പിറകിൽ വേറെ എന്തൊക്കെയോ ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത, അത് അതുക്കും മേലെ എന്ന് പറയുന്ന രീതിയിൽ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം എന്താണ് ഇതൊന്നൊരു പിടിയും കിട്ടുന്നില്ല. കാരണം അത്തരത്തിലാണ് ചെയ്തു വെച്ചേക്കണത്. പ്രത്യേകിച്ച് ഈ ബ്രിട്ടീഷ് പട്ടാളക്കാരെ കൊടുത്തിട്ടുള്ളത് ഒരുപാട്, ഒരു കിണർ പോലെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചുറ്റും അത്രയും പട്ടാളക്കാരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്താണ് ഇത്രയും ആളുകൾ വരുന്നത്. സോ ഈ 13 മിനിറ്റ് ദൈർഘ്യമുള്ള ഫൈറ്റും, അതുപോലെ ഈ ടിനു പാപ്പച്ചൻ പറഞ്ഞ് ശരിയാണെങ്കിൽ തിയേറ്റർ കുലുങ്ങും എന്നാണ് പറഞ്ഞത് ഫസ്റ്റിലെ വരവിൽ തന്നെ. പിന്നെ പൊടി പറക്കണ ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ
നമ്മൾ ശരിയാണ് ഈ LJP എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ഹൈപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് വെക്കണം. കാരണം പുള്ളിക്കാരന്റെ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന്റെ എല്ലാ സിനിമയും എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. ഈവൻ ഡബിൾ ബാരൽ പോലും എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസ് ആണ് അദ്ദേഹത്തിന്റെ. പക്ഷെ അത് തിയേറ്റർ ഫ്ലോപ്പ് ആയിരുന്നു. അത് ഇപ്പോഴും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. സോ എനിക്കത് ഇഷ്ടമാണ്, ഞാനത് എൻജോയ് ചെയ്യും. എനിക്ക് ഈ ഹൈപ്പ് ഉണ്ടാക്കി വെച്ചാലും എനിക്കിത് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് അങ്ങനെയാവണമെന്ന് ഇല്ലാത്തതുകൊണ്ട് ആ ഹൈപ്പ് അങ്ങനെ വെച്ചാൽ മതി. പക്ഷേ ഈ പൊടി പറക്കണ അടി, ഈ തിയേറ്റർ കൊലുക്കുന്നൊക്കെ പറഞ്ഞ ഈ രണ്ട് സാധനങ്ങൾ കടന്നിങ്ങനെ ഉള്ളിൽ കളിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള പോസ്റ്റർ കാണുമ്പോൾ, എസ്പെഷ്യലി ഈ പോസ്റ്റർ കാണുമ്പോൾ, ഇതിനു മുമ്പുള്ള പോസ്റ്ററൊക്കെ ലാലേട്ടനെ മാത്രം വലിയ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്റ്റോറി വൈസ് ഇതിന്റെ വലിപ്പം കുറച്ച് വലുതാണ് എന്നുള്ളത്, അത് നമ്മൾ പറഞ്ഞ വലിപ്പം എന്നല്ല, ഈ നേരത്തെ പറഞ്ഞ അതൊക്കും മേലെ തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒറ്റ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ തോന്നും എന്താണ് പോസ്റ്ററിൽ ഇത് ഒറ്റയടിക്ക് കണ്ടാൽ വളരെ സിമ്പിൾ ആണ്. ഇതിനു മുമ്പ് ഇപ്പോൾ ലാലേട്ടനെ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു പൊടി മണലൊക്കെ വാരി ഇങ്ങനെ നിൽക്കുന്ന സാധനമൊക്കെ ഭയങ്കര പോസ്റ്റർ ആയിരുന്നു. പക്ഷെ അത്രക്കൊന്നും വലിയ പോസ്റ്റർ ഒന്നും ഇങ്ങനെ തൊട്ട് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല. അതുപോലെ പുള്ളിക്കാരൻ ഒരു സന്യാസി വേഷത്തിൽ നിന്നിട്ട് കാവിയുടെ തുണി ഇങ്ങനെ പറപ്പിച്ചിട്ട് നിൽക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളി പോസ്റ്റർ ആയിരുന്നു. പക്ഷെ ഈ പോസ്റ്റർ കാണുമ്പോൾ അത്രക്കില്ല. പക്ഷെ ഇത് സൂം ചെയ്ത് ഇതിലെ ഓരോ ആളുകളെ നോക്കുമ്പോഴാണ് ഇതൊക്കെ എന്താണ് തോന്നി പോകുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ പലതരത്തിലുള്ള മാർഷൽ ആർട്സ് പരമായിട്ടുള്ള കുറെ ആളുകളെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വെടിവെപ്പും തോക്കും പരിപാടികളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു യുദ്ധക്കൊതി കൊണ്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം. ഇതൊക്കെ ഇതിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിവേ ഈ പോസ്റ്റർ എനിക്ക് തോന്നുന്നു, നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയാണ്, ഒറ്റയടിക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും എടുത്തു നോക്കുമ്പോൾ വന്നതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇതുവരെ വന്ന പോസ്റ്ററിനേക്കാൾ കൂടുതൽ പ്രതീക്ഷ നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ്. അത് വേണ്ട രീതിയിൽ നോക്കുകയാണെങ്കിൽ. സോ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കൊന്നും ഇതുവരെ വന്ന പോസ്റ്ററിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റർ ഇതാണ്. കാരണം കുറച്ചുകൂടെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ടൈപ്പ് സംഭവമാണ്. എന്നാൽ പോലും ഒരു സമാധാനത്തിന് വേണ്ടി പറയാണ്, ആ പ്രതീക്ഷകൾ ഒരു ലിമിറ്റിലൂടെ വെച്ചേക്കുക. അത് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പോകാതിരിക്കുക. എന്താണോ LJP തരുന്നത് അത് നമ്മൾ ആസ്വദിക്കുക. ഈ സിനിമ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു മെസ്സേജ് പോലെ പറയാനുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ഈ പോസ്റ്റർ ഇതിനു മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇന്നലെ വൈകിട്ട് വന്നിട്ടുണ്ട്, 7 മണിക്ക് വന്നിട്ടുണ്ട് സാധനം. പക്ഷെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. പിന്നെ രാവിലെ ചെയ്യാന്ന് വിചാരിച്ചു. സോ നിങ്ങൾ കണ്ടപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിരുന്നോ? നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ